കേരളത്തിൽ വോട്ടെടുപ്പിന് ഇനി 26 ദിവസമാണ് ശേഷിക്കുന്നത്. ഈസ്റ്റർ അവധി ദിനം ആയതിനാൽ ഇന്ന് പത്രികാ സമർപ്പണം ഇല്ല. ഏപ്രിൽ 4 വരെയാണ് കേരളത്തിൽ പത്രികാ സമർപ്പണം നൽകുവാനുള്ള സമയം. അതായത് രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ ആണ് കേരളത്തിലെ 20 മണ്ഡലങ്ങളും വരുന്നത്. ഇന്നിപ്പോൾ ഈസ്റ്റർ ദിനമാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര സ്ഥാനാർത്ഥികൾ എല്ലാം തന്നെ ദേവാലയങ്ങൾ സന്ദർശിച്ച് വിശ്വാസികളെ കണ്ട് വോട്ട് തേടുന്നതിനു കൂടിയുള്ള ഒരു അവസരമാക്കി അതിനെ മാറ്റുന്നുണ്ട്. വി വിനോദ് ആണ് ചേരുന്നത്. വിനോദ്, ഈസ്റ്റർ ദിനമായതുകൊണ്ട് ശശി തരൂരിനെ പോലെയുള്ളവർ MP എന്ന പ്രിവിലേജ് കൂടിയുണ്ട്. അതുകൊണ്ട് കൃത്യമായി ദേവാലയത്തിലൊക്കെ പോകാനും ആ ചടങ്ങിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം മറ്റ് സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് മിഡിൽ കേരളീയ ക്രിസ്ത്യൻ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളിലൊക്കെ എല്ലാ സ്ഥാനാർത്ഥികളും ദേവാലയങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ അവധി ദിവസം അവധിയില്ലാതെയാണല്ലോ സ്ഥാനാർത്ഥികളുടെ ഒരു മുന്നോട്ട് പോക്ക്. അഭിലാഷ്, ഇതുവരെ സ്ഥാനാർത്ഥികളുടെ പ്രചരണം അത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. പെസഹ വ്യാഴത്തിന് നമ്മൾ കണ്ടു, കുരുത്തോല പെരുന്നാളിന് എല്ലാ ദേവാലയങ്ങളും പരമാവധി എത്താൻ കഴിയുന്ന ദേവാലയങ്ങളിലെല്ലാം എത്തി അവിടുത്തെ ചടങ്ങുകളിൽ പങ്കെടുത്ത സ്ഥാനാർത്ഥികൾ ഇന്നും ആ നിലയ്ക്ക് തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് അദ്ദേഹം വളരെ നേരത്തെ തന്നെ പള്ളികളിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ശശി തരൂർ ആ തരത്തിൽ ഇന്ന് ദേവാലയങ്ങളിലേക്ക് എത്തുന്നു. ഇടത് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനും ദേവാലയങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതുവരെ 35 നാമനിർദ്ദേശ പത്രികകളാണ് സംസ്ഥാനത്ത് സമർപ്പിച്ചത്. ഇനി വരും ദിവസങ്ങളിൽ അവർ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നാളെയും പത്രിക സമർപ്പിക്കാൻ കഴിയില്ല. 4-ാം തീയതി വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയം. മറ്റ് സ്ഥാനാർത്ഥികൾ, പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ പലയിടങ്ങളിലും പത്രിക സമർപ്പിച്ചിട്ടില്ല. അവരെല്ലാം തന്നെ സമർപ്പിക്കേണ്ടതുണ്ട്. കൊല്ലത്ത് മുകേഷ് സമർപ്പിച്ചിരുന്നു. പത്തനംതിട്ടയിൽ തോമസ് ഐസക്, ആറ്റിങ്ങലിൽ NDAയുടെ സ്ഥാനാർത്ഥി V മുരളീധരൻ, MK രാഘവൻ, അങ്ങനെ വലിയൊരു നിര, വസീഫ് തുടങ്ങി നിരവധി ആളുകൾ, സ്ഥാനാർത്ഥികൾ ഇതിനകം തന്നെ അവരുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തിക്കഴിഞ്ഞു. ഇനിയും പ്രധാനപ്പെട്ട നേതാക്കൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെല്ലാം തന്നെയും പത്രികാ സമർപ്പണം നടത്തേണ്ടതുണ്ട്. 5-ാം തീയതിയാണ് സൂക്ഷ്മ പരിശോധന. 8-ാം തീയതി വരെയാണ് പത്രിക പിൻവലിക്കാനുള്ള സമയം. ഏതായിരുന്നാലും വളരെ ശക്തിയോടുകൂടി തന്നെ ഈ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. വലിയ വിവാദങ്ങൾ, അതായത് ചർച്ചാ വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. CAA പോലുള്ള വിഷയം. അതിനു പിന്നാലെയാണ് ED ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്നുവെന്ന ഇന്ത്യ മുന്നണിയുടെ ആരോപണം. എന്നാൽ അഴിമതി നടത്തിയാൽ ഉറപ്പായും പിടികൂടപ്പെടും, ഉപ്പ് നിന്നവർ വെള്ളം കുടിക്കണം എന്ന ഒരു നിലപാടുമായി കേന്ദ്ര BJP നേതൃത്വം അവർ അങ്ങനെ പോകുന്നു. സംസ്ഥാനത്തും ആ നിലയ്ക്ക് തന്നെയാണ്. മറ്റൊരു ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, റഷ്യയിൽ കുടുങ്ങിയ മലയാളികളുണ്ട്. റഷ്യയിലേക്ക് ജോലിക്ക് കൊണ്ടുപോവുകയും അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ എത്തിച്ച് പിന്നീട് യുദ്ധമുഖത്തേക്ക് പറഞ്ഞയച്ചു. അതിൽ 4 പേരാണ് മലയാളികളായി റഷ്യയിൽ കുടുങ്ങിയത്. 2 പേർ ഇതിനകം തന്നെ എംബസിയുമായി ബന്ധപ്പെട്ട് സുരക്ഷിതരായിരുന്നു. അതിൽ ഒരാൾ ഡൽഹിയിലെത്തിയതായ വിവരമുണ്ട്. മറ്റ് 2 പേർ കൂടി അവരും സുരക്ഷിതരാണെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകളും ഇന്ന് പുറത്തു വരേണ്ടതുണ്ട്. രാഷ്ട്രീയം സ്വാഭാവികമായും ഈ വിഷയത്തിൽ അവരെ സുരക്ഷിതരായി എത്തിക്കുമോ അല്ലെങ്കിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഈ സമയത്ത് ഉയർന്നു വരും. അഭിലാഷ്.